सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ശ്രീകൃഷ്ണായ നമോ നമഃ. എല്ലാവർക്കും വിനീത പ്രണാമം, നമസ്കാരം. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനത്തിൻ്റെ ആമുഖവും പ്രഥമ ശ്ലോകത്തിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടിരുന്നു. നമുക്ക് ഒരിക്കൽ കൂടി പ്രഥമ ശ്ലോകം ചൊല്ലാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന മഹാത്മാവ് കേരളക്കരയ്ക്ക് സനാതനധർമ്മത്തിന് നൽകിയ ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഹരിനാമ കീർത്തനം. ഭഗവാൻ നാരായണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇവിടെ ഹരിയായി കണ്ടും നാരായണനായി കണ്ടും എഴുത്തച്ഛൻ ഇവിടെ വർണ്ണിക്കുകയാണ് ഓരോ ശ്ലോകങ്ങളിലും. അദ്ദേഹം ആരായിരുന്നു എന്നും നമ്മൾക്ക് നൽകിയ സംഭാവനകൾ എന്ത് എന്നെല്ലാം നമ്മൾ ആമുഖത്തിൽ കണ്ടിരുന്നു. നമുക്ക് ഓരോ ശ്ലോകങ്ങളും തുടർന്ന് പഠിക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ആ നാരായണനെ, ഹരിയെ ഞാൻ നമിക്കുന്നു. പരമാചാര്യ രൂപ ഹരി നാരായണായ നമ. നമഃ, ഞാൻ നമസ്കരിക്കുന്നു. എന്തിന് നമസ്കരിക്കുന്നു എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. അല്ലയോ നാരായണ, അങ്ങ് എനിക്ക് പരമാചാര്യനാണ്. കാരണം ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നു അല്ലെങ്കിൽ ശ്ലോകം എഴുതുന്നു എങ്കിലും അങ്ങാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ പരമാചാര്യനെ ഞാൻ ഈ ശ്ലോകങ്ങളിൽ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പരമാചാര്യൻ, എൻ്റെ ഗുരു അങ്ങ് തന്നെ. അല്ലയോ ഹരി, അങ്ങയ്ക്ക് നാശമില്ലാത്തവനാണ്. അങ്ങ് ഹരിരൂപത്തിൽ ആചാര്യനായി എൻ്റെ മുന്നിലിരിക്കണം. കാരണം ഞാൻ ഈ ശ്ലോകം എഴുതുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുമെല്ലാം എന്നോടൊപ്പം അജ്ഞാനമുണ്ട്. അപ്പോൾ അങ്ങ് ഹരിയായി അവതരിച്ച് എന്നോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഉണ്ടെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുക? എൻ്റെ അജ്ഞാനത്തെ അങ്ങ് നശിപ്പിച്ചോളും, ഇല്ലാണ്ടാക്കിക്കോളും. അതുകൊണ്ട് ഹരി അവതാരമായി എന്നോടൊപ്പം ഉണ്ടായിരിക്കണേ. അതുകൊണ്ടാണ് ഹരിനാമ കീർത്തനമെന്നും അല്ലെങ്കിൽ ഹരിനാരായണായ നമ എന്നെല്ലാം എഴുത്തച്ഛൻ പറയുന്നത്. ആ പരമാചാര്യനായ രൂപത്തിനെ കൈക്കൊണ്ടിരിക്കുന്ന നാരായണനെ അല്ലെങ്കിൽ ഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് നാരായണനാണ്, എല്ലാത്തിനും കാരണഭൂതൻ അങ്ങാണ്. അതാണ് നാരായണനെന്ന് അങ്ങയെ വിളിക്കുന്നത്. ആ സ്വരൂപത്തിൽ ജലത്തിൽ ശയിക്കുന്നവനാണ് അങ്ങ്. അങ്ങ് ധർമ്മത്തെ
വീണ്ടും പുനഃസ്ഥാപിക്കുവാനായി മനുഷ്യജന്മം എടുത്തവനാണ്, നരനായി അവതരിച്ചവനാണ്. ഈ കാരണങ്ങളാൽ അങ്ങയെ ഞാൻ നാരായണനെന്ന് അതിസംബോധന ചെയ്ത് നമസ്കരിക്കുന്നു. എൻ്റെ നമസ്കാരം അങ്ങ് സ്വീകരിച്ചാലും എന്തിനു വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു? അങ്ങ് പ്രണവമായ ഓങ്കാര സ്വരൂപനാണ്. ആ ഓങ്കാരം മൂന്നായിട്ട് സൃഷ്ടി നടത്തുമ്പോൾ പിരിഞ്ഞു, ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായി പിരിഞ്ഞു. അങ്ങ് അതിന് ശേഷം എന്തു ചെയ്തു? ഈ സൃഷ്ടിക്കെല്ലാം സാക്ഷിയായി അങ്ങ് നോക്കിക്കൊണ്ടേയിരുന്നു. അതായത് എല്ലാ ജീവരാശികളെയും സൃഷ്ടിച്ചതിന് ശേഷം, നാമെല്ലാം കുടികൊണ്ടതിന് ശേഷം നാം എന്തൊക്കെ ധർമ്മ അധർമ്മങ്ങളാണ്, പുണ്യപാപങ്ങളാണ് ചെയ്യുന്നത് എന്നെല്ലാം സാക്ഷിയായി അങ്ങ് കൂടെ തന്നെ, ആ ജീവരാശികളുടെ എല്ലാം കൂടെ തന്നെ അങ്ങിരിപ്പുണ്ട്. അങ്ങ് സാക്ഷിയായി സർവ്വതിലുമുണ്ട് എന്ന ബോധം എനിക്കുണ്ടാകണേ. ആ ബോധം വരുത്തുവതിനാളായി നിന്ന അങ്ങ് ഈ ബോധം എനിക്ക് തരണേ. എല്ലാറ്റിലും സർവവ്യാപിയായ അങ്ങുണ്ട് എന്ന ബോധം എനിക്ക് തരണേ. ആ ബോധം എന്നിലുണ്ടാകുവാനായി നാരായണായ നമ, അല്ലയോ നാരായണ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്. നമുക്കിനിയും രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. നമുക്കൊന്ന് ആദ്യം പദങ്ങൾ നോക്കാം. ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബധ മിണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബധം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. നമുക്ക് ആ ശ്ലോകം മാത്രം ഒന്നുകൂടെ ചൊല്ലാൻ പഠിക്കാം. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബധം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. എഴുത്തച്ഛൻ എന്ന മഹാത്മാവ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വീണ്ടും നാരായണായ നമ, അല്ലയോ നാരായണ, അങ്ങേ ഞാൻ വീണ്ടും പ്രണമിക്കുന്നു. എന്തിനു പ്രണമിക്കുന്നു? അതിനുള്ള കാരണം പറയുകയാണ്. ഒന്നായ നിന്നെ, ഒന്ന് എന്നതുകൊണ്ട് ഇവിടെ മലയാള ഭാഷ ഒന്ന് എന്നതുകൊണ്ട് എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് അദ്വൈതം, ഏകം എന്നതാണ്. ഒന്നായ നിന്നെ, അതായത് ഏകവും അദ്വിതീയനുമായ അല്ലയോ പരമാത്മാവേ നിന്നെ. നിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ബഹുമാനമില്ലെന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ആ ഭാഷാ ശൈലി പ്രയോഗം എങ്ങനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നിന്നെ എന്നതുകൊണ്ട് സർവ ബഹുമാനാർത്ഥവും എഴുത്തച്ഛൻ അങ്ങയെ എന്നാണ്, അതായത് ഈശ്വരനെ, നാരായണൻ. കാരണം നമഃ നമഃ എന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. അതിൽ കൂടുതൽ ബഹുമാനം എഴുത്തച്ഛന് കൊടുക്കാനില്ല. അപ്പോൾ ഇവിടെ നിന്നെ എന്നാൽ ആദരണാർത്ഥമായി എടുക്കണം. അങ്ങയെ, പരമാത്മാവിനെ, നാരായണനെ, ഹരിയെ എന്നെല്ലാമാണ് നിന്നെ. ആ അങ്ങ് എങ്ങനെയുള്ള ആളായിരുന്നു? സൃഷ്ടിക്ക് മുമ്പ് ഒന്നായിരുന്നു, ഏകമായിരുന്നു. അതായത് സൃഷ്ടികർത്താവും സ്ഥിതികർത്താവും ലയകർത്താവുമായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന ത്രിമൂർത്തി ആകുന്നതിന് മുമ്പ് അങ്ങ് ഒന്നായിരുന്നു, ഒരാളായിരുന്നു, ഏകമായിരുന്നു.
പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചു? നിന്നെ ഇഹ എന്ന് വെച്ചാൽ ഇപ്പോൾ, ഈ സമയത്ത്. അപ്പോൾ അതായത് ഞാൻ ഈ ശ്ലോകം എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ സൃഷ്ടിക്ക് ശേഷം എന്ത് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഒന്നായ നിന്നെ ഇഹ ഇപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് രണ്ടെന്നു കണ്ടളവിൽ, ഞാനിപ്പോൾ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഞാൻ അങ്ങയെ എങ്ങനെയാണ് കാണുന്നത്? രണ്ടെന്ന് വെച്ചാൽ ദ്വിതീയം വന്നു. ദ്വിതീയം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭേദബുദ്ധി. അതായത് ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്ന ഭേദബുദ്ധിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിവിടെ ഈ ലോകത്ത് സാധാരണ ഒരു മനുഷ്യൻ, ഒരു അണു മാത്രം. ഭഗവാൻ വേറെ ഏതോ ലോകത്ത്, സ്വർഗാദി ലോകത്തിലോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ സാകേതത്തിലോ എവിടെയെങ്കിലോ ബ്രഹ്മലോകത്തോ അവിടെയൊക്കെയാണ് ഭഗവാനുള്ളത്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോ വിഗ്രഹത്തിലോ ഇവിടെയൊക്കെയാണ് ഭഗവാൻ. ഞാൻ വേറെ, ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു, അല്ലെ ദുഃഖിയായി ജീവിക്കുന്നു. എനിക്ക് ഇന്ന സുഖദുഃഖങ്ങളുണ്ട്, പുണ്യപാപങ്ങളുണ്ട്, ഇതെല്ലാം. ഭഗവാൻ ഇതൊന്നും കാണുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എനിക്ക് ജീവിക്കാനായി. ഭഗവാൻ ഒരു പ്രകൃതി ശക്തിയുണ്ട് എന്നൊക്കെ എൻ്റെ പൂർവികർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിൽ നിന്നും അന്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം നാരായണനെ കണ്ടത്. അതാണ് രണ്ടെന്നു കണ്ട അളവിൽ, അതാണ് കണ്ടളവിൽ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ. കണ്ടളവിൽ എന്ന് വെച്ചാൽ തോന്നിയപ്പോൾ. എനിക്ക് എന്ത് തോന്നലാണ് ഉണ്ടായത്? അങ്ങ് വേറെ, ഒന്നായിരുന്ന അങ്ങേ ഞാൻ രണ്ടായിട്ട് കണ്ടു. ആ രണ്ടായി തോന്നൽ എനിക്കുണ്ടായി. അതാണ് കണ്ട് അളവിൽ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ. അതായത് ആ ഏകവും അദ്വിതീയമായ നാരായണനായ പരമാത്മാവിനെ ഇപ്പോൾ എൻ്റെ ഭേദബുദ്ധി കൊണ്ട് എനിക്ക് രണ്ടായി തോന്നി. അപ്പോൾ എന്തു സംഭവിച്ചു? ഉണ്ടായൊരിണ്ടൽ ബദം ഉണ്ടാവതല്ല മമം. ഉണ്ടായ ഒരു ഇണ്ടൽ, ഒരുമിച്ച് പറയുമ്പോൾ ഉണ്ടായൊരിണ്ടൽ. 3 വാക്കാണത്. ഉണ്ടായ ഒരു ഇണ്ടൽ. ഉണ്ടായ ഒരു എന്ന് വെച്ചാൽ ഉടലെടുത്ത, എന്നിൽ രൂപപ്പെട്ട. എനിക്കൊരു തോന്നലുണ്ടായി. ആ തോന്നലുണ്ടായപ്പോൾ എന്നിൽ എന്ത് ഉടലെടുത്തു? ഇണ്ടലുണ്ടായി എനിക്കപ്പോൾ. ഇണ്ടൽ എന്ന് വെച്ചാൽ ദുഃഖം. ഇത് സാധാരണ പ്രയോഗമാണ്. ഇപ്പോൾ ഇണ്ടൽ എന്നൊന്നും ആരും പറയാറില്ല. പക്ഷേ ഇത് നമ്മളുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് ഇതെല്ലാം. ഇണ്ടൽ എന്നാൽ ദുഃഖം. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നിൽ തന്നെ ഉണ്ട്, സർവ്വജീവരാശികളിലും ഉണ്ട്. പക്ഷേ ആ ബുദ്ധി എനിക്ക് വരുന്നില്ല. അങ്ങ് അകലെ, ഞങ്ങളൊക്കെ ഇവിടെ. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഒരു തോന്നൽ എനിക്ക് എന്താണ് നേടിത്തന്നത്? ഇണ്ടലാണ് നേടിത്തന്നത്. ദുഃഖമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അല്ലയോ നാരായണ. ഉണ്ടായൊരിണ്ടൽ ബധ എന്ന് വെച്ചാൽ കഷ്ടം. അതായത് ഞാനിവിടെ ദുഃഖിച്ചിരിക്കുക. എനിക്ക് എന്നെ തന്നെ ചിന്തിച്ചിട്ട് കഷ്ടം തോന്നുന്നു. കഷ്ടം നമ്മൾ പറയില്ലേ, കഷ്ടമുണ്ട്, അവർ ഇത് അനുഭവിക്കേണ്ടി വന്നല്ലോ, കഷ്ടം തന്നെ. അയ്യോ പാവം, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ നാട്ടുംപുറത്ത് ഉപയോഗിക്കുന്ന അതേ വാക്ക് ബധ. അല്ലയോ കഷ്ടം, എനിക്ക് എന്നെ തന്നെ ഓർത്ത് കഷ്ടം വരുന്നു. ആ എന്നിൽ തന്നെയുള്ള ഭഗവാനെ ഞാൻ എന്നിൽ നിന്നും അന്യമായി കണ്ടപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായി. ശരിക്കും ദുഃഖത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ തോന്നൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ദുഃഖമാണിത്. എന്നിൽ തനിയെ ഉടലെടുത്ത് രൂപപ്പെട്ട ദുഃഖമാണിത്. അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ നോക്കി അല്ലെങ്കിൽ എന്നെ തന്നെ ഓർത്ത് എനിക്ക് കഷ്ടം തോന്നുന്നു ഭഗവാനെ. ഈ ബധ അല്ലെങ്കിൽ ഈ കഷ്ടത അല്ലെങ്കിൽ ഈ ഇണ്ടൽ, ഈ ദുഃഖം എന്താണ്? മിണ്ടാവതല്ല മമ. മിണ്ടാവതല്ല മമ. മമ എനിക്ക്, മിണ്ടാവതല്ല
മിണ്ടാവതല്ലെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം പൊട്ടത്തരാണല്ലോ ഭഗവാനെ ഞാൻ ചെയ്തു പോയത് എന്ന് പറയുകയാണ് എഴുത്തച്ഛൻ. കാരണം എനിക്കുണ്ടായ ഈ കഷ്ടത, ഈ ദുഃഖം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അത് മറ്റാരുമല്ല കാരണക്കാർ, ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആരോടും മിണ്ടാൻ വയ്യ. അതായത് ആരോടും ഇത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല, അങ്ങയോടും പറയാൻ സാധിക്കുന്നില്ല. അതാണ് മിണ്ടാവതല്ല മമ എന്ന് പറയുന്നത്. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽബദ മിണ്ടാവതല്ല മമ. അത് കഴിഞ്ഞ് എന്താണ് എഴുത്തച്ഛൻ പറയുന്നത്? പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. പണ്ടേ കണക്കെ, അതായത് പണ്ട് എനിക്ക് ഈ അജ്ഞാനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഞാൻ ഈ ശരീരാഭിമാനിയാകുന്നതിന് മുമ്പ്, അതായത് ഞാൻ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ സൂക്ഷ്മ ശരീരിയായി അതിനു മുമ്പ് എവിടെയാണോ എൻ്റെ വാസം, ഞാൻ എവിടെയാണോ അലഞ്ഞിരുന്നത്, ഈ സ്ഥൂല ശരീരം സ്വീകരിക്കുന്നതിനും ഈ ഭൂമിയിലേക്ക് പിറന്ന് മായ എന്നെ മൂടുന്നതിന് മുമ്പ്, അതാണ് പണ്ടേ. അജ്ഞാനമാകുന്ന ആവരണത്തിൽ ഞാൻ പെട്ടുപോകുന്നതിന് മുമ്പേ എനിക്കെന്തായിരുന്നു? പണ്ടേ കണക്കെ. കണക്കേന്ന് വെച്ചാൽ അന്ന് എനിക്ക് അറിയായിരുന്നു അങ്ങ് ഒരാളേ ഉള്ളൂ. ആ ഏകം തത് വിഭ്രാ ബഹുധാ ഭവന്തി, അതായത് ആ ഒന്നായിരുന്ന പരമാത്മാവ് തന്നെയാണ് ബഹുതായിരിക്കുന്നത്, പലതായിരിക്കുന്നത്, സർവ്വജീവരാശികളായിരിക്കുന്നത്, സർവ അവതാരത്തെയും കൈക്കൊണ്ടത് എന്ന അഭേദബുദ്ധി എനിക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രന്ഥകർത്താവിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കണം. നമുക്കൊന്നും നമ്മുടെ പൂർവ്വജന്മത്തെക്കുറിച്ചോ നമ്മൾ ഈ ശരീരം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ എഴുത്തച്ഛൻ അറിയാം, കാരണം അദ്ദേഹം മഹാത്മാവാണ്. ഞാൻ ഈ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് ഭൂമിയിലേക്ക് വീഴുമ്പോഴേ നിന്നെ മായ പിടികൂടി. അപ്പോൾ മുതലാണ് ഞാൻ വേറെ അങ്ങ് വേറെ എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നെ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഇതാണ് എനിക്ക് പറഞ്ഞു തന്നത്. നീ പുരുഷനാണ്, നീ സ്ത്രീയാണ്, നീ ഇന്ന പേരോട് കൂടിയ ആളാണ്, നിൻ്റെ അച്ഛൻ ഇതാണ്, അമ്മ ഇതാണ്, ഇതെല്ലാം വേറെ വേറെ ഞാൻ കണ്ടു, പഠിച്ചത് അങ്ങനെയാണ്. അവരും അജ്ഞാനി, ഞാൻ പിറന്ന് വീണപ്പോൾ ഈ അജ്ഞാനമാകുന്ന ലോകത്തേക്ക് വീണു. എന്നെ പഠിപ്പിച്ചതും അജ്ഞാനം തന്നെ. പക്ഷെ അതിനു മുമ്പ്, പിറക്കുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങാണ് പലതായി കാണുന്നതെന്ന്. പക്ഷെ എനിക്കിപ്പോൾ ആ അഭേദ ബുദ്ധി ഇല്ല. പക്ഷെ എനിക്ക് വേണം. അതാണ് വരുവാൻ, പണ്ടേ കണക്കെ, പണ്ടത്തെ പോലത്തെ ആ അഭേദബുദ്ധി വരുവാൻ എന്ന് വെച്ചാൽ ഉണ്ടാകുവാൻ. വീണ്ടും എനിക്ക് ആ അഭേദബുദ്ധി എന്നിലുണ്ടാകുവാൻ എന്ത് വേണം? നിൻ കൃപാവലികൾ. അങ്ങയുടെ, നിന്നെന്ന് വെച്ചാൽ നിൻ്റെ, ഇവിടെ അങ്ങയുടെ, ആരുടെ? ഭഗവാൻ നാരായണൻ്റെ കൃപാവലികൾ. കൃപാവലികൾ എന്ന് വെച്ചാൽ അനുഗ്രഹം, കൃപ. അങ്ങയുടെ അനുഗ്രഹം എനിക്ക് എന്ത് വേണം? തുടരെ വേണം. കൃപാവലികൾ ഉണ്ടാകെ. അടുത്ത വരി, ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. എന്നിൽ ഉണ്ടാക വേണം. ഉണ്ടാകെ, ഉണ്ടാകെന്ന് വെച്ചാൽ ഉണ്ടാവട്ടെ, അങ്ങനെ ഭവിക്കട്ടെ. അങ്ങയുടെ കൃപ വന്ന് എന്നിൽ ഭവിച്ചാൽ എന്താണ്? പണ്ടത്തെ പോലത്തെ അഭേദബുദ്ധി എനിക്ക് ഉണ്ടാവും. നിൻ കൃപാവലികൾ ഉണ്ടാകെ എങ്കൽ ഇഹ. ഉണ്ടാകെ, ഉണ്ടാവട്ടെ. എങ്കൽ ഇഹ. ഇഹ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ. ഒരു ക്ഷണം പോലും അല്ലയോ ഭഗവാനെ എനിക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്രമാത്രം കഷ്ടതയിലാണ്, ദുഃഖത്തിലാണ്. ഇപ്പോൾ എനിക്ക്
അങ്ങയുടെ കൃപ വേണം, അതിനി അമാന്തമരുതേ. അതാണ് എങ്കൽ. എങ്കൽ എന്ന് വെച്ചാൽ എനിക്ക്, ഇഹ എന്ന് വെച്ചാൽ ഇപ്പോൾ. അതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ആ ഒരു ഭഗവാനോടുള്ള ഭക്തി കാണിക്കുകയാണ്. ഭഗവാനെ, ഞാൻ ദുഃഖിച്ച് ജനനം മുതൽ ഈ ആയുസ്സിനോടടുത്ത് ഞാൻ ദുഃഖം മാത്രമാണ് അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചൊല്ലുന്നതായിട്ട് ഗ്രന്ഥകർത്താവായിക്കോട്ടെ, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ പിതാവിനെ നഷ്ടപ്പെട്ടു. അത്രമാത്രം ദാരിദ്ര്യത്തിലും കഷ്ടതകളിലുമാണ് അദ്ദേഹം വളർന്നത്. ശാസ്ത്രം പഠിക്കാനുള്ള അനുമതിയില്ലായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ അമ്മാവൻ ശാസ്ത്രം പഠിച്ച അദ്ദേഹത്തിനും ജീവൻ ത്യജിക്കേണ്ടതായി വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിയാൽ സഹോദരങ്ങളായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, മുഴുവൻ ദുഃഖം മാത്രമാണ്. ആ ദുഃഖത്തിൽ നിന്നും ആർജിച്ച വിരക്തിയാണ് ഗ്രന്ഥകർത്താവ് ഇവിടെ കാണിക്കുന്നത്. എനിക്കിനി മറ്റൊന്നും വേണ്ട, ഭഗവാനെ, അങ്ങയുടെ കൃപ മാത്രം മതി. അങ്ങ് എന്നിൽ നിന്നും അന്യമായി തോന്നിയത് കൊണ്ടാണ് ഈ ദുഃഖം ഞാൻ തീവ്രമായി അനുഭവിച്ചത്. അതുകൊണ്ട് ഇനി എനിക്ക് ആ തോന്നലുണ്ടാവരുതേ ഭഗവാനെ. അങ്ങ് എന്നിൽ നിന്നും അന്യമല്ല, അങ്ങ് എന്നിലും സർവ്വജീവരാശികളിലും കുടികൊള്ളുന്നു. അതെനിക്ക് ഇപ്പോൾ തന്നെ ബോധ്യമാകണം. ഇനി ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും എനിക്ക് സഹിക്കാൻ വയ്യ. അത്രമാത്രം ഞാൻ ദുഃഖത്തിലിങ്ങനെ മുഴുകി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, വെള്ളത്തിലിങ്ങനെ താഴ്ന്നു പോവുകയാണ്. ഒരു ഇഞ്ചും കൂടെ വെള്ളം കയറിയ മരണമുറപ്പ്. അതുപോലത്തെ ഒരു ചുഴിയിൽപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഭക്തൻ ചെയ്യുന്നത്. ആ ഭക്തൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇഹ, ഇപ്പോൾ തന്നെ. ഈ ഒരു ഭക്തി നിർഭരമായി ആവശ്യപ്പെട്ടാൽ ഭഗവാനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ കാമ്യമായ ഒരു കാര്യവും അല്ല ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? കൃപയാണ് ആവശ്യപ്പെടുന്നത്. സാധാരണക്കാരെന്താ ചെയ്യുന്നത്? ഭഗവാനെ, എനിക്ക് ഇപ്പോൾ തന്നെ അത് തരണേ, ഇത് തരണേ എന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എനിക്ക് ഇപ്പോൾ തന്നെ എന്താണ് ആവശ്യപ്പെടുന്നത്? ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിമാൻഡായിട്ട് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ആവശ്യം വളരെ പവിത്രമായിരുന്നു, കൃപ. അതുകൊണ്ട് ഇഹ എന്ന വാക്ക് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമാണ്. അങ്ങയുടെ കൃപ അല്ലയോ നാരായണ, അങ്ങ് എനിക്ക് തരണേ. അതിനായിക്കൊണ്ട്, ഈ കൃപയ്ക്കായിക്കൊണ്ട് അല്ലയോ നാരായണ, നമഃ അഹം നമാമി, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഒന്നായ നിന്നേഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപത മിണ്ടാവതല്ല മമം. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ, നാരായണായ നമ, നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ ശ്ലോകം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം ഇഹ. തോന്നുന്നതാകിലഖിലം, തോന്നുന്നതാകിൽ അഖിലം, ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ വരികൾ. നമുക്കൊന്ന് ചൊല്ലി നോക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ,
ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹം തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമീ വരദ നാരായണായ നമഃ. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമീ വരദ നാരായണായ നമഃ. അല്ലയോ നാരായണ, സർവവ്യാപിയായ പരമാത്മാവേ കൃഷ്ണ, എൻ്റെ ഇഷ്ടദേവതയായ അങ്ങയെ ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു. എന്തിന് ഞാൻ നമസ്കരിക്കുന്നു? അങ്ങയുടെ സ്വരൂപം ഞാൻ തിരിച്ചറിയുന്നു. ആ സ്വരൂപം എങ്ങനെയാണ്? അതിവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, ആനന്ദചിന്മയ. അല്ലയോ ഭഗവാനെ, അങ്ങ് ആരാണ്? ആനന്ദചിന്മയനാണ്. വളരെ മനോഹരമായ ഒരു പര്യായമാണ് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത്. പരമാത്മാവിൻ്റെ അതേ ലക്ഷണം നാരായണനോട് പറയുകയാണ്, അങ്ങ് ആനന്ദനാണ്. ആനന്ദം എന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തിലും തൻ്റെ ആ ആനന്ദത്തെ, തൃപ്തിയെ, സന്തോഷത്തെ ഭഗവാൻ മാറ്റിവെച്ചിട്ടേയില്ല. യഥാർത്ഥ സ്വരൂപം ആനന്ദമാണ്. എന്തൊക്കെ ലോകത്തിൽ മായകൾ വിളയാടിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഭഗവാന്റെ സന്തോഷത്തിന് ഒരളവ് പോലും മാറ്റം വരില്ല. അങ്ങനെയുള്ളവരാരോ അവരെയാണ് ആനന്ദസ്വരൂപി, ചിന്മയ സ്വരൂപി എന്നൊക്കെ പറയും. ചിന്മയം എന്ന് വെച്ചാൽ ചൈതന്യ സ്വരൂപം, പ്രകാശസ്വരൂപം. അതായത് അവരുടെ ആ തേജസ്സിന് ഒരിക്കലും നാശമില്ല. അവരെപ്പോഴും പ്രസന്നരായിരിക്കും. അങ്ങനെയുള്ളവരെ വിളിക്കുന്നു ആനന്ദചിന്മയ എന്ന്. എഴുത്തച്ഛൻ ഇവിടെ നാരായണനായ ഭഗവാനെ നമസ്കരിച്ചിട്ട് വിളിക്കുകയാണ്, ഹല്ലയോ നാരായണ, അങ്ങ് ആനന്ദചിന്മയനാണ്. അടുത്ത വിശേഷണം എന്താണ്? ഹരേ, അങ്ങ് ഹരിയാകുന്നു. ഹരേ എന്ന് നീട്ടി വിളിക്കുകയാണ്. ഹരേ എന്ന് വെച്ചാൽ താപനാശകൻ, അല്ലെങ്കിൽ ദുഃഖങ്ങളെ ഇല്ലാണ്ടാക്കുന്നവനെയാണ് ഹരേ എന്ന് വിളിക്കുന്നത്. അല്ലയോ ഭഗവാനെ ഹരേ, അല്ലേ? നമ്മൾ ഹരേ കൃഷ്ണ, ഹരേ മുകുന്ദ, ഹരേ വാസുദേവ എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ഇവിടെ ഹരേ എന്ന് വിളിക്കുകയാണ്. അപ്പം നമ്മൾ ഹരേ കൃഷ്ണ എന്ന് വിളിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അല്ലയോ കൃഷ്ണ പരമാത്മാവേ, അങ്ങൻ്റെ അജ്ഞാനത്തെ, ദുഃഖത്തെ ഹരിച്ചു കളയണേ. അതുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു. ഇവിടെ എഴുത്തച്ഛൻ ഹരേ നാരായണ നമഃ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അല്ലയോ നാരായണ, എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ഞാൻ ഈ ജന്മത്ത് അനുഭവിക്കാവുന്നതിലപ്പുറം അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അതിനുള്ള ആരോഗ്യമോ ശരീരബലമോ മനബലമോ ഒന്നുമില്ല. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, അങ്ങ്, അല്ലെങ്കിൽ അല്ലയോ നാരായണ, അങ്ങ് എൻ്റെ ദുഃഖത്തെ ഹരിച്ചു കളയണേ, ഇല്ലാണ്ടാക്കി കളയണേ. അങ്ങ് ആരാണ്? അടുത്ത വിശേഷണം പറയുകയാണ്, ഗോപികാരമണ നാരായണായ നമഃ. അങ്ങ് ഗോപികാരമണനാണ്. ഗോപി എന്ന വാക്കിന് അർത്ഥം ജ്ഞാനസ്വരൂപനായ പ്രകാശസ്വരൂപൻ, അല്ലെ? ജ്ഞാനരൂപമായ പ്രകാശം, പിന്നെ രക്ഷാശക്തി, ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെയാണ് ഗോപി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഗോപികാരമണൻ എന്ന് വെച്ചാൽ ഗോപികളെ, അതായത് ഭഗവാൻ രാസക്രീഡ നടത്തിയതും ഭഗവാൻ ഗോക്കളെ പരിപാലിച്ചതും വൃന്ദാവനത്തിലെ ഗോപികളോടൊക്കെ ഒപ്പം നൃത്തം ചെയ്തതും എല്ലാം ഈ സന്ദർഭത്തിൽ എഴുത്തച്ഛൻ വിവരിക്കുകയാണ് ചെയ്യുന്നത്. അവരെയെല്ലാം, അതായത് ഗോപികൾ എന്ന് വെച്ചാൽ ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്ന് ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്നവരെയാണ് ഗോപികൾ എന്ന് പറയുന്നത്. തനിക്ക് വേറെ ആരുമില്ല, ഭർത്താവില്ല, മക്കളില്ല, ഭാര്യയില്ല, അച്ഛനില്ല, അമ്മയില്ല, ഇവരെ എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണ്. അവർ ഏതൊരു രൂപം കണ്ടാലും ഭഗവാന്റെ രൂപമായി കാണുന്നവരാരോ അവരെല്ലാം ഗോപികളാണ്. അല്ലാതെ വൃന്ദാവനത്തിൽ ജനിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഗോപികൾ എന്ന വാക്കിൻ്റെ അർത്ഥം
സർവദാ ഭഗവാനെ തന്നെ നനച്ചിരിക്കുന്നവർ. അവർ വെണ്ണ കടഞ്ഞാലും പശുവിനെ കടന്നാലും പശുവിന് പുല്ല് കൊടുത്തും എല്ലാം ഭഗവാനുള്ള നിവേദ്യമായി കാണുന്നവർ. അതായത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും അല്ലെങ്കിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ സമയത്തെല്ലാം ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കുന്നവർ അവരാണ് ഗോപികൾ. അവരെ ഭഗവാൻ അങ്ങ് എന്തു ചെയ്തു? രമണ, അവരെയൊക്കെ രമിപ്പിച്ചു, അവരെ ആനന്ദത്തിൽ ആറാടിച്ചു, സന്തോഷിപ്പിച്ചു, അവരോടൊപ്പം നൃത്തം ചെയ്തു, അവരോടൊപ്പം കളിച്ചു, അവരോടൊപ്പം ജീവിച്ചു. അങ്ങനെയുള്ള ആളാണ് അല്ലയോ നാരായണ. അതുകൊണ്ട് അങ്ങയെ ഞാൻ ഗോപികാരമണൻ എന്ന് വിളിച്ചു സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. അടുത്ത വരി പറയാണ്, ഞാനെന്ന ഭാവം അതു തോന്നായിക വേണമിഹ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നായിക, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഞാനെന്ന ഭാവം, അതായത് ഞാനെന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ വേറെ ഭഗവാൻ വേറെ, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഞാൻ ഇന്ന ആൾ, ഇന്ന അഹം ബുദ്ധി. അതാണ് ഞാൻ എന്ന ഭാവം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനെന്ന ഭാവം, അത്, ഈ ഭാവം, അതെന്ന് വെച്ചാൽ ഇത്, ഏത്? ഈ ഭാവം തോന്നായിക വേണം. തോന്നായിക എന്ന് വെച്ചാൽ ആ ഭാവം തോന്നാതെ ഇരിക്ക വേണം. തോന്നായിക എന്ന വാക്കിൻ്റെ അർത്ഥം തോന്നാതെ ഇരിക്ക വേണം. അതായത് ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം, ഞാൻ വേറെ ഭഗവാൻ വേറെ, ഞാൻ വേറെ ജീവരാശികളും വേറെ, ഈ ബ്രാഹ്മണൻ വൈശ്യൻ ശൂദ്രൻ ഇത്യാദി ഭേദബുദ്ധി വേറെ, അല്ലെങ്കിൽ സമ്പന്നൻ ദരിദ്രൻ ഇത്യാദി ഭേദബുദ്ധി, ഇതൊക്കെ കൊണ്ട് ഞാൻ ദുഃഖം അനുഭവിക്കുകയാണ്. ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ വലിയ ജ്ഞാനിയാണ്, ഇത്യാദി ഭാവങ്ങൾ എന്നെ ഇങ്ങനെ ഭ്രമിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഈ ദുഃഖഭാരവുമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ ഞാൻ അതിവിടെ ഇറക്കി വെക്കുന്നു. എങ്ങനെ? ആ ഭാവം എനിക്ക് ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ തോന്നാതെ ഇരിക്കണം. ആ തോന്നൽ, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള തോന്നൽ എപ്പോൾ വന്നാലും അല്ലയോ ഭഗവാനെ അത് തോന്നാതെ ഇരിക്കണം. അതൊരിക്കലും എന്നെ ശല്യം ചെയ്യാതെ ഇരിക്കണം. എനിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ഈ തോന്നൽ തടസ്സമാണ്. ഈ ദുഃഖം, ഈ വ്യാകുലതകൾ എന്നെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇത് തോന്നാതെ ഇരിക്കണം ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നു. ഞാനെന്ന ഭാവമതു തോന്നായിക വേണം ഇഹ, ഇപ്പോൾ തന്നെ. പിന്നെ എന്ത് വേണം? തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി എന്ന് പറയുകയാണ്. തോന്നുന്നതാഖിൽ അഖിലം. ഇവിടെ ഇപ്പോൾ എന്ത് തോന്നണം? എനിക്കിനി എന്ത് തോന്നലാണ് വേണ്ടത്? അഖിലം എന്ന് വെച്ചാൽ മുഴുവനായിട്ടും ഞാൻ ഇത് എന്ന വഴി, അതായത് ഈ വഴി ഭഗവാന്റെ വഴിയായിരിക്കണം ഇനി എനിക്ക് തോന്നൽ. തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി, അതായത് ഇനി എൻ്റെ വഴി, ഇവിടെ വഴി എന്ന് വെച്ചാൽ മാർഗം, എൻ്റെ തോന്നൽ, എൻ്റെ ചിന്ത ഭഗവാനെ അഖിലമായി കുടികൊള്ളുന്ന, സർവവ്യാപിയായിരിക്കുന്ന ഈ അഖില പ്രപഞ്ചത്തിനും സർവ ജീവരാശികൾക്കും ആധാരനായിരിക്കുന്ന പരമാത്മാവെ അങ്ങയെക്കുറിച്ചുള്ള തോന്നലായിരിക്കണം ഇന്നു മുതൽ എനിക്ക് ഉണ്ടാവേണ്ടത്. തോന്നേണമേ വരദ. ഇത് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പൂർണ്ണമായ അഭ്യർത്ഥനയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്കിപ്പോൾ ഒരാളുടെ അടുത്തു നിന്ന് ഒരു കാര്യം സാധിക്കണം, നമ്മളെന്താ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർ വലിയ ആളാണെങ്കിലോ
ഇപ്പം നമ്മളൊരു മന്ത്രിയെ കാണാൻ പോകുന്നു, അവരെ ഒന്നും പെട്ടെന്ന് അവർ കാര്യം സാധിച്ചു തരില്ല. നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ, ഒരു കാര്യം നമുക്ക് നടത്തി കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ ഭഗവാനോട് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എഴുത്തച്ഛൻ ചോദിക്കുന്നത്. അപ്പോഴെന്താ, ഒരു തവണയൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് കഴിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ വരിയിൽ വീണ്ടും പറയുക, തോന്നേണമേ വരദ. വരദ എന്ന് വെച്ചാൽ അനുഗ്രഹം നൽകുന്നവനെ, അതാണ് വരദ. അല്ലയോ ഭഗവാനെ നാരായണ, അങ്ങ് എനിക്ക് എന്ത് അനുഗ്രഹമാണ് ഇപ്പോൾ തരേണ്ടത്? തോന്നേണമേ, എനിക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആശ്രയം, എനിക്ക് ആ കൃപ മാത്രം മതി എന്ന ചിന്ത തോന്നി ആ വരം നൽകി എന്നെ അനുഗ്രഹിക്കണേ. തോന്നേണമേ വരദ നാരായണായ നമഃ. അല്ലയോ നാരായണ, ഈ പ്രാർത്ഥനയോടുകൂടി ഞാൻ അങ്ങയെ അനുഗ്രഹം ആവശ്യപ്പെടുന്നു, അങ്ങയോട് എൻ്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നു, എൻ്റെ ആവശ്യം ഞാൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു, ആ വരം നൽകണേ ഭഗവാനെ എന്ന് പറയുകയാണ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാഖിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അടുത്ത ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും പ്രണാമം, നമസ്തേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.